ഹമാസിന്റെ പ്രധാന നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ അസം അൽ ഹയ്യയ്ക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിനടുത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയത്. വെറും അസം മാത്രമല്ല, ഈ ആക്രമണത്തിൽ ഹമാസ് അംഗങ്ങളായ മറ്റ് 5 പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകളിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി നിരന്തരം സംഭാഷണങ്ങൾ നടത്തുന്ന ഹമാസിന്റെ മുഖ്യ നയതന്ത്രജ്ഞരിൽ ഒരാളാണ് ഖലീൽ അൽ ഹയ്യ. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം ദുരന്തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഈ കുടുംബത്തെ വേദന വേട്ടയാടുന്നത്. ഹയ്യയുടെ 3 മക്കളെ ഇസ്രായേൽ നേരത്തെ തന്നെ വധിച്ചിട്ടുണ്ട് എന്ന മറ്റൊരു കഥയുണ്ട്. 2008-ലും 2014-ലും ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇതിൽ 2 മക്കൾ കൊല്ലപ്പെട്ടത്. പിന്നീട് കഴിഞ്ഞ വർഷം ദോഹയിൽ വെച്ച് ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള ഇസ്രായേൽ നീക്കം തടയുന്നതിനിടയിലാണ് 3ാമത്തെ മകൻ മരിച്ചത്. ഹമാസ് ആണ് ഈ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിന്റെ വിവരം പുറത്തുവിട്ടത്. എന്നാൽ ഇസ്രായേൽ സൈന്യം പതിവ് പോലെ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതേസമയം ലെബനനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ എലൈറ്റ് വിഭാഗമായ റദ്വാൻ ഫോഴ്സിലെ മുതിർന്ന കമാൻഡറെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിട്ടുണ്ട്. റദ്വാൻ ഫോഴ്സ് മേധാവിയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലുണ്ടായ ഈ നീക്കം സംഘർഷം വീണ്ടും വഷളാകാൻ കാരണമായിട്ടുണ്ട്. ലെബനന് പുറമെ തെക്കൻ ലെബനനിലും ബക്കേ താഴ്വരയിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വിവിധയിടങ്ങളിലായി നടന്ന റെയ്ഡുകളിലും വ്യോമാക്രമണങ്ങളിലും 2 സ്ത്രീകൾ ഉൾപ്പെടെ കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരം. സിക്സയിൽ നടന്ന ആക്രമണത്തിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തു. വെടിനിർത്തലിന് ശേഷം നിശ്ചിത കാലയളവിൽ ലെബനന് മുകളിൽ നിരീക്ഷണം അവസാനിപ്പിച്ചിരുന്ന ഇസ്രായേലി ഡ്രോണുകൾ വീണ്ടും പറന്നു തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ളയും പ്രത്യാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ ലെബനിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോണുകളും റോക്കറ്റുകളും പ്രയോഗിച്ചു. വെടിനിർത്തൽ സ്ഥിരപ്പെടുത്താൻ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്ന ആവശ്യത്തിൽ ലെബനൻ ഉറച്ചു നിൽക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഉന്നതതല ചർച്ചകൾക്കുള്ള സാധ്യത മന്ദഗതിയിലാണെന്ന് ലെബനൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഹിസ്ബുള്ളയെ തുടച്ചു നിൽക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടുമായി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തിരിച്ചടിയെന്നോണം ഹിസ്ബുള്ളയും ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നു. എന്തായാലും കുറേ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം.